ഇന്നലെ പ്രേക്ഷകർ കണ്ടു കാണും അവിടെ ഈ ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിൽ ചാണകവെള്ളം തളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പം ഈ വിഷയത്തിൽ ഇപ്പം വിശദീകരണവുമായിട്ട് UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ രംഗത്ത് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ തളിച്ചത് ചാണകവെള്ളമല്ല പച്ചവെള്ളമെന്നാണ് ചെയർമാൻ പറയുന്നത്. വലിയ വിജയം നേടിയതിന്റെ ആവേശത്തിൽ പ്രവർത്തകർ ചെയ്തതാണ് എന്നും മൂസ കോത്തമ്പ്ര പറഞ്ഞു. പാർട്ടിയുടെയോ UDF നേതൃത്വത്തിന്റെയോ അറിവോടെയല്ല പച്ചവെള്ളം തളിച്ചതെന്നും മൂസ കോത്തമ്പ്ര വ്യക്തമാക്കി. ആ പ്രതികരണത്തിലേക്ക്. പഞ്ചായത്തിന്റെ മുറ്റത്ത് പച്ചവെള്ളം തെളിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് പാർട്ടിയുടെയോ UDF നേതൃത്വത്തിന്റെയോ അറിവോടെ അല്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിനെ ജാതീയമായി ചിത്രീകരിക്കാനും അതിലൂടെ പഞ്ചായത്തിൽ അപകടകരമായ ജാതീയ സ്പർദ്ധയുണ്ടാക്കാനുള്ള നിഗൂഢമായ ശ്രമം നടത്തുന്നത് അത്യന്തം ഖേദകരമാണ്. ഓക്കെ, അപ്പം ഈ കൂടുതൽ വിവരങ്ങളായിട്ട് ബെൻസൺ നമുക്ക് ചേരുന്നുണ്ട്. ബെൻസൺ, അപ്പോൾ അത് നമ്മളൊക്കെ കണ്ട തെറ്റ്, അത് ചാണകവെള്ളമല്ല പച്ചവെള്ളമെന്നാണ് ഇപ്പം നേതൃത്വം പറയുന്നത്. ഈ അമിത ആഹ്ലാദ പ്രകടനത്തിന് ചാണകവെള്ളം അതല്ലെങ്കിൽ ചാണകവെള്ളമല്ല, ഇപ്പം അദ്ദേഹം പറഞ്ഞ പച്ചവെള്ളമാണല്ലോ. അപ്പം അമിതമായിട്ട് നമുക്ക് സന്തോഷം തോന്നിയാൽ ഈ വെള്ളം തെളിച്ച് ഈ ഓഫീസൊക്കെ വൃത്തിയാക്കുന്ന ഒരു കീഴ്വഴക്കം അത് ഇതിനു മുമ്പ് UDFന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുമില്ല. സേതുലക്ഷ്മി, ഈ തളിച്ചത് പച്ച നിറത്തിലുള്ള വെള്ളമാണോ വെറും പച്ചവെള്ളമാണോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിലുള്ള ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രധാനമായും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ചാണകവെള്ളം തളിച്ച് പഞ്ചായത്ത് ഓഫീസ് ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് പുറത്തു വരുന്നു. അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒരു ആരോപണവുമായി CPM പ്രവർത്തകർ മുൻപോട്ട് വന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻപോട്ട് വന്നതിന് കാരണം അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് ഉണ്ണി വേങ്ങേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് മാത്രമല്ല, അവർ ഈ ആരോപണം ഉന്നയിക്കാനുണ്ടായിട്ടുള്ള കാരണം ഈ പേരാമ്പ്ര പഞ്ചായത്തിൽ അല്ലെങ്കിൽ പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള അല്ലെങ്കിൽ ഈ ചങ്ങരോത്ത് പഞ്ചായത്തിന്റെ തൊട്ട് സമീപത്തുള്ള മറ്റ് 3 പഞ്ചായത്തുകളും ഈ സമാന രീതിയിൽ മുൻകാലങ്ങളിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ LDFിൽ നിന്നും UDF ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ പിടിച്ചടക്കി. അതായത് ചങ്ങരോത്ത് അടക്കമുള്ള തൊട്ട് സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. പക്ഷേ അത്തരത്തിൽ ഈ വിജയിച്ചതിൽ ഈ ചങ്ങരോത്ത് പഞ്ചായത്തിൽ മാത്രമാണ് UDFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം നടത്തിയത്. അപ്പോൾ അത് ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായ തന്നെ അല്ലെങ്കിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള തന്നെ അപമാനിക്കാനും ജാതീയമായി അധിക്ഷേപിക്കാനുമുള്ള ശ്രമമാണ് എന്നതാണ് അവർ ആക്ഷേപിക്കുന്നത്, അവർ ആരോപണവുമായി അല്ലെങ്കിൽ പരാതിയായി ഉന്നയിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിചിത്രവാദവുമായി UDFന്റെ നേതൃത്വം തന്നെ, പഞ്ചായത്ത് UDF നേതൃത്വം തന്നെ മുൻപോട്ട് വരുന്നത്. തളിച്ചത് പച്ച വെള്ളമാണ് എന്നാണ് അവരുടെ വിശദീകരണം. അതോടൊപ്പം തന്നെ ഇത് പാർട്ടിയുടെയോ UDF നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഈ പ്രവർത്തകർ ഇത് ചെയ്തതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ CPM പ്രവർത്തകർ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്, ജാതി സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതും എന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വം പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്, നിയമ നടപടിയുമായി മുൻപോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് മാത്രമല്ല LDFന്റെയും DYFIയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ന് ചങ്ങരോത്ത് പഞ്ചായത്തിൽ വലിയ പ്രതിഷേധവും നടക്കും. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ.